എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും. നാം എല്ലാവരും മനുഷ്യരാണ്, പറയുന്നത് ഞാനും, കേൾക്കുന്ന നിങ്ങളും. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, കുറച്ച് ലഹരി കൊണ്ടുപോയി മറ്റൊരു രാജ്യത്തെത്തിച്ചാൽ കുറച്ച് പൈസ കിട്ടും. ലഹരി മാഫിയ ഇവർക്ക് പൈസ കൊടുക്കും എത്തിച്ചാൽ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ കൊണ്ടുവരുന്നത് അറബ് രാജ്യത്തോട്ടാണെങ്കിൽ നിങ്ങളിവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അകപ്പെട്ടത് തന്നെ ഒരു കാലത്ത് നിങ്ങൾ പുറത്തിറങ്ങിയാലാണ്. ചിലപ്പോൾ ഈ ലഹരി മാഫിയ നിങ്ങളോട് പറയുന്നുണ്ടാവും, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, അഥവാ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം, റൂം, എല്ലാവിധ സൗകര്യം ചെയ്യാൻ ആളുണ്ട്, തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങൾക്ക് റെഡിയുണ്ട്. ഒരിക്കലും ഉണ്ടാവാറ്. നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലഹരി മാഫിക്ക് എന്ത് പ്രശ്നമുള്ളൂ? നിങ്ങളെപ്പോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന ആർത്തിയിൽ ജീവിക്കുന്ന എത്രയോ ചെക്കന്മാരുണ്ട്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അവർക്ക് കിട്ടും. അവർ പറഞ്ഞു, ഇഞ്ഞാന്ന് ഒരു ചെക്കന് പോയിട്ടുണ്ടെന്ന് പറയും, നിങ്ങളെ പേരെന്നെ പറയും, പിടിക്കപ്പെട്ടത് പറയാറ. മനസ്സിലായില്ലേ? ഇതായിരിക്കും നടക്കുന്നത്. നിങ്ങളിവിടെ ഒരാൾ റിലീസ് ചെയ്യാനുണ്ടാവാറ്. നിങ്ങൾക്ക് ഇവിടുത്തെ കോടതി വിധിക്കുന്നത് 10, 20, 25, 30 വർഷം വിധിച്ചാൽ ആ ശിക്ഷ കഴിയാതെ നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങിയാലാണ്. ഇത് ഇന്ത്യ അല്ല. നിങ്ങളെ തൂക്കുമരത്തിന് വിധിച്ചാൽ മേൽ കോടതിയിൽ പോയി അപ്പീലിന് പോയി എന്നിട്ട് നിയമ പോരാട്ടം നടത്തി ജീവപര്യന്തമായിട്ട് എടുക്കാൻ, ഇളവ് കിട്ടാൻ. എന്തല്ല, ഇന്ത്യ അല്ല. ഇവിടെ ഒരു കോടതി എന്താണ് വിധിക്കുന്നത് അതുതന്നെയാണ് മറ്റെല്ലാ കോടതിയും വിധിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. നിങ്ങൾ ജയിലിൽ പോയാൽ ആർക്കാണ് ഇഷ്ടം? നിങ്ങളുടെ കുടുംബത്തിനാണ് ഇഷ്ടം, നിങ്ങളെ മാതാപിതാക്കൾക്ക്, നിങ്ങളെ ഭാര്യയ്ക്ക്, മക്കൾക്ക്. അയൽവാസികൾക്ക് ഇഷ്ടമില്ല. അയൽവാസികൾ നിങ്ങൾ കുറ്റം പറയും. നിങ്ങൾക്കത് വരണം എന്നേ പറയൂ. അയൽവാസികൾ കുറ്റം പറയും. കൂട്ടുകാരന് നഷ്ടമുണ്ടോ? കൂട്ടുകാരന് എന്ത് നഷ്ടമുള്ളത്? കൂട്ടുകാരൻ നിങ്ങൾ പോയാൽ മറ്റൊരു കൂട്ടുകാരനെ കിട്ടും. മനസ്സിലായില്ല? നഷ്ടമായിരിക്കാണ്. നഷ്ടം നിങ്ങൾക്കാണ്. ഇത്രയും ടെക്നോളജി വർദ്ധിച്ചിട്ട് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പിന്നെയും ഡ്രഗ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരാണ്. കാരണം ലഗേജിൻ്റെ ഉള്ളിലുള്ള മൊട്ട് സൂചി വരെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണത്? എന്നിട്ട് നിങ്ങളെങ്ങനെ ഇത്ര ധൈര്യത്തിൽ കൊണ്ടുവരുന്നത്? ഈ ഒരു ലഹരി മാഫിയ നിങ്ങളെ റിലീസ് ചെയ്യുന്ന സ്വപ്നത്തില? ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അകപ്പെട്ട് തന്നെ ഒരിക്കലും രക്ഷപ്പെടാല. മനസ്സിലായില്ലേ? ചില ആളുകൾക്കൊരു ഇതുണ്ട്, ധാരണയുണ്ട്, കുറച്ച് സാധനം നാട്ടിലേക്ക് പോകുമ്പോൾ കിട്ടിയാണ് കൊണ്ടുവരാം, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. എന്തിനാണ് നിങ്ങൾ മറ്റൊരാളെ സാധനം നാട്ടിലേക്ക് എന്തിനു കൊണ്ടുപോകണം? ആ തരുന്ന പാക്കറ്റിൽ എന്തുണ്ടെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദി. എന്ന് വെച്ചാൽ നിങ്ങളെ ലഗേജിൽ എന്തിലെങ്കിൽ സാധനമുണ്ട്, ആ സാധനത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം നിങ്ങളതാണ്. അത് എന്ത് തന്നെ ആയാലും. മനസ്സിലായില്ലേ? ചില ആളുകളുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ഒരു സിറ്റിയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ കയ്യിൽ സാധനം തരും. ആ സാധനം നിങ്ങളോട് പറയും, നിങ്ങൾക്ക് പെട്ടെന്ന് അർജൻറ്റ് പോകാനുണ്ട്, നിങ്ങൾ ഇതൊന്നും ആ പീടികയിൽ എത്തിക്കണം, ഇതൊന്ന് കൊണ്ടുപോയി വളർത്താൽ മതിയെന്ന്. ചിലപ്പോൾ നിങ്ങളെ നല്ല മനസ്സ് കൊണ്ട് നിങ്ങൾ വിചാരിക്കും, ചിലപ്പോൾ ആയിരിക്കാം, ഞമ്മൊരു സഹായമല്ലേ, വേറെ ഒന്നുമില്ല. ചിലപ്പോൾ അത് എന്തായിരിക്കും, ഡ്രഗ്സ് ആയിട്ടുണ്ടാവും നിങ്ങളെ കയ്യിൽ തരുന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പിലായിരിക്കും നിങ്ങൾ ആര് പൊക്കുന്നത്, സി ഡി പൊക്കുന്നത്. അതുകൊണ്ട് പരിചയമുള്ളവർതായാലും ശരി, ഇല്ലാത്തവർതായാലും ശരി, എന്ത് വാങ്ങരുത്? ഒരു സാധനം വാങ്ങാൻ നിൽക്കരുത്. മരുന്നും വാങ്ങാൻ നിൽക്കരുത്. മരുന്നില്ലേ, മെഡിസിൻ, നിരോധിക്കപ്പെട്ട എത്രയോ മരുന്നുണ്ട്. ആ മരുന്നാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ഇടുന്ന കേസ് ഡ്രഗ്സാണ്. നിരോധിച്ച മരുന്ന് നിങ്ങളിവിടെ കൊണ്ടുവന്നത് ഡ്രഗ്സ് കേസാണ് നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് പണിയെടുത്ത് ജീവിക്കും. നിങ്ങൾക്ക് ഏത് പണിയാണ് അറിയുന്നത്, ഏത് മേഖലയിലാണ് പണിയെടുക്കാൻ താല്പര്യം, ആ ഒരു പണിയെടുക്കുക. വിസ അടിച്ചിട്ട് പണിയെടുക്കുക. അല്ലാതെ പെട്ടെന്നുണ്ടാക്കുന്ന പൈസ ഒരിക്കലും എന്താവില്ല, ശാശ്വതമല്ല. അത് നശിച്ചു പോവും. അതിന് ഐശ്വര്യമില്ല, ബർക്കത്തില്ല. മറ്റുള്ള മക്കളെ കൊന്നിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത്, അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കണം. ജീവിതത്തിൽ എത്ര കോടി കിട്ടിയാലും ചെയ്യാൻ പാടില്ലാത്ത 2 തെറ്റുണ്ട്. ഒന്ന്, സ്വന്തം രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുക. 2, ലഹരി ഉപയോഗിക്കുന്നതും ശരി, വിൽക്കുന്നതും ശരി, മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്നതും ശരി, തെറ്റന്നെയാണ്. നിങ്ങളെ തൂക്കിക്കൊന്നവന് ഒരു പ്രശ്നമില്ല, നല്ല കാര്യമാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക?
ലഹരിയിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഥവാ ലഹരി ഉപയോഗിച്ചിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളോട് പറയാം, ഞാൻ അങ്ങനെ പെട്ടുപോയി, എനിക്കിതിൽ നിന്ന് മോചനം വേണം, എനിക്കൊന്ന് തുറന്ന് പറയണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഒരു തെറ്റ് ചെയ്യാതെ മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? തിരുത്തുമ്പോഴേക്കാണ് അവിടെ ഒരു പുതിയൊരു ചരിത്രം കുറിക്കുന്നത്. മനസ്സിലായില്ലേ? എത്രയോ ആളുകളുണ്ട് ഡ്രഗ്സിൽ പെട്ടിട്ട്. ചില ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സാധനം ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ട ആൾക്കാരുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് എന്ത് ചെയ്യുക? ആര് ഒരു സാധനം നാട്ടിലേക്ക് പോകുമ്പോഴും കൊണ്ടുപോകാതിരിക്കുക, തിരിച്ച് വരുമ്പോഴും കൊണ്ടുവരാതിരിക്കുക. ആർക്കും സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. കൂടപ്പിറപ്പിനെ പോലെ കരുതിയ ആളുകൾ ചതിക്കുന്ന കാലമാണ്. പിന്നെ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? എൻ്റെ ഒരു കൂട്ടുകാരനെ കുറച്ച് കൊല്ലം മുന്നേ എനിക്ക് കയ്യിൽ സാധനം തന്നു, ആബി എന്ന് പറഞ്ഞിട്ട്. ഞാനവനോട് പറഞ്ഞു, എന്താണ്? ഞാൻ ഇത് ഫുള്ള് ചെക്ക് ചെയ്യും, എന്നിട്ട് എനിക്ക് ഉറപ്പാണെങ്കിൽ മാത്രം ഞാൻ കൊണ്ടുപോകുന്നു. മനസ്സിലായില്ല? ഞാനാകെ ഒരു ഡ്രസ്സ് മാത്രമാണ് ചെക്ക് ചെയ്തത്, മറ്റൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അത് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാനവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? നീ സ്ട്രൈറ്റായിരിക്കാം, ചിലപ്പോൾ നിനക്ക് തരുന്ന ആളും സ്ട്രൈറ്റായിരിക്കാം. നിങ്ങളെ രണ്ടുപേരും എനിക്ക് എന്തറിയില്ല, കൂടുതലായിട്ട് അറിയാതെ. നിന്നെ അറിയാം, പക്ഷേ ഒരാളെ ഇത്ര അറിഞ്ഞാലും പിന്നെ അറിയാൻ ബാക്കിയുണ്ടാവും. ഒരാളെ ഒരിക്കലും 100% മനസ്സിലാക്കാൻ നമുക്ക് പറ്റേയില്ല, ഒരിക്കലും പറ്റേല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത്, ഞാനിത് ഫുള്ള് ചെക്ക് ചെയ്യുമെന്ന്. അവൻ പറഞ്ഞു, ഓക്കെ ചെക്ക് ചെയ്തു വന്നു. സ്വന്തം മക്കളെ ആണെങ്കിലും കൂടുതൽ വിശ്വസിക്കരുത്. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള മക്കളല്ല പുറത്തുള്ളത്, വേറെ ലോകമാണ്, വേറെ ലോകത്താണ് അവരുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ എപ്പോഴും നോക്കുക. മനസ്സിലായില്ലേ? ഓക്കെ.